കൊല്ലത്ത് ബന്ധുക്കൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച വയോധികന്റെ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിച്ച് ജീവകാരുണ്യ പ്രവർത്തകർ. പത്തനംതിട്ട സീതത്തോട് സ്വദേശി ശശിധരന്റെ മൃതദേഹമാണ് ശക്തികുളങ്ങരയിൽ നിന്നുള്ള ജീവകാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് സംസ്കരിച്ചത്. 40-ലധികം വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ എത്തിയതാണ് ശശിധരൻ. പലപ്പോഴും പലയിടത്തായി കറങ്ങി നടക്കുന്ന ഇയാൾ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. തുടർന്ന് ശക്തികുളങ്ങര പോലീസ് എത്തി ഇയാളുടെ കയ്യിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ഒരു പേപ്പർ കഷ്ണത്തിൽ നിന്ന് ഫോൺ നമ്പർ കിട്ടി. അതിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹം വർഷങ്ങളായി വീട് വിട്ടിറങ്ങിയതാണെന്നും മരണശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നും വീട്ടുകാർ അറിയിച്ചു. ഇതോടെയാണ് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷ്, ബാബു, ശ്യാംഷാജി, ടൈറ്റസ് കടത്തുകാരൻ എന്നിവർ മൃതദേഹം ഏറ്റെടുക്കാനും സംസ്കരിക്കാനും സന്നദ്ധത അറിയിച്ചത്. തുടർന്ന് പോലീസ് ശശിധരന്റെ ബന്ധുക്കളിൽ ഒരാളെ വിളിച്ചുവരുത്തി ഇയാളുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വിട്ടുനൽകി. പോലീസിന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും അനുമതിയോടെ മുളങ്കാടം ശ്മശാനത്തിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതദേഹം മറവു ചെയ്തു. സമാന രീതിയിൽ ആരോരുമില്ലാത്തവരുടെയും ബന്ധുക്കൾ എത്താതെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നവരുടെയും മൃതദേഹങ്ങൾ ഇവർ ഏറ്റെടുത്ത് സംസ്കരിക്കാറുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.